കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിലൂടെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു വാർണിംഗ് സൈൻ ആണെന്ന് തന്നെ പറയാം. വാട്സപ്പും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഒരു വാട്സപ്പ് നമ്പറെങ്കിലും ഉണ്ടാവും അല്ലേ? സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരെല്ലാവരും തന്നെ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നിലധികം നമ്പേഴ്സ് വാട്സപ്പിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മിനിമം ഒരു ഗ്രൂപ്പെങ്കിലും, ഫാമിലി ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പോ, പഴയ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പോ, ഓഫീസ് റിലേറ്റഡ് ഗ്രൂപ്പോ ഒന്നെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പ്, ദിവസവും ചെക്ക് ചെയ്യാൻ ഒരുപാട് മെസ്സേജസ് പല ഗ്രൂപ്പിൽ നിന്നും പേഴ്സണൽ ചാനലിൽ നിന്നും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് നമ്മുടെ ഗവൺമെൻറ് പറയുകയാണ് വാട്സപ്പും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്തായിരിക്കും? എന്നാൽ ഏകദേശം അതുപോലത്തെ ഒരു ന്യൂസാണ് ഇപ്പോൾ വന്ന് കേൾക്കുന്നത്. സംഭവം നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണ്. ഉത്തർപ്രദേശിലെ ലളിത്പൂർ ജില്ലാ ഭരണകൂടമാണ് ഒരു പുതിയ നിയമം നിലവിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, മാധ്യമ പ്രവർത്തകരുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് പല ചാനൽസും പല ന്യൂസ് റിപ്പോർട്ടേഴ്സിൻ്റെയും ന്യൂസ് ചാനൽസിൻ്റെയൊക്കെ ഗ്രൂപ്പുകളില്ലേ, അല്ലെങ്കിൽ റിപ്പോർട്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ടി വിൻ്റെയും അതുപോലെ തന്നെ പത്രമാധ്യമം രണ്ട് രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ തന്നെ എന്ത് ചെയ്യണം പോലും ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ്റെ ആധാർ നമ്പർ വെച്ചിട്ട് വാർത്താ വിനിമയ ഏജൻസി ഇപ്പം ഒരു പുതിയ സർക്കുലർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഫോം കൊണ്ടുവന്നിട്ടുണ്ട്. ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് തിരിച്ച് ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണം. ഇതിപ്പോൾ യു പിയിലാണ് വന്നതെങ്കിലും ഇന്ത്യയിൽ മുഴുവനായിട്ട് അത് പരക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള മോട്ടീവ് എന്താണ്, അതുകൊണ്ട് എന്താണ് കാര്യം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും, നല്ല കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പ്രളയം വന്ന സമയത്ത് സോഷ്യൽ മീഡിയ സൈറ്റ്സിനെ, വാട്സപ്പിനെയും ഫേസ്ബുക്കിനെയും ഒക്കെ കുറ്റം പറഞ്ഞ ആൾക്കാർ പോലും കൈയടിച്ചു നിന്നു. കാരണം വാട്സപ്പിൽ കൂടെ FB പോസ്റ്റുകളിലൂടെയും ലൈവ് കൂടെയൊക്കെ കുറേ ആൾക്കാർ ഒറ്റപ്പെട്ട അവസ്ഥകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല ന്യൂസസ് പല ഗ്രൂപ്പുകളിലേക്കും പല ന്യൂസ് ചാനൽസിൻ്റെയിലേക്കും ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെയിലേക്കും റെസ്ക്യൂ ടീമിൻ്റെ അടുത്തേക്കൊക്കെ പോയപ്പോൾ നമ്മുടെ രക്ഷാപ്രവർത്തനം വളരെ എളുപ്പമായിട്ടുണ്ടായിരുന്നു. പക്ഷേ തെറ്റായിട്ടുള്ള ഒരു ഇഷ്യൂ സമൂഹത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തി അഭിപ്രായങ്ങൾ പറയാന്നുള്ള രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോം പല ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ന്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ട് തന്നെ 50-50 ആണ് ചിലപ്പോൾ ഉണ്ടാവാറ്. സത്യം 50% ഉള്ളപ്പം തന്നെ കുറച്ച് ആൾക്കാർ 50% കള്ളവും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ തന്നെ ന്യൂസിലേക്ക് കയറ്റും. ഇപ്പം നെക്സ്റ്റ് പേഴ്സണിലേക്ക് പോകുമ്പം ഇത് യാഥാർത്ഥ്യമാണെന്ന് കരുതിയിട്ട് പല വാർത്തകളും കുറച്ച് വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് വ്യാജ വാർത്തകളുടെ സർക്കുലേഷൻ കുറയ്ക്കുക, റിയൽ ആയിട്ടുള്ള ന്യൂസസ് വാർത്ത വായിക്കുന്നവരിലേക്ക് എത്തിക്കുക, ഫേക്ക് ന്യൂസസ് കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാണ്ടാക്കുക, മാധ്യമ പ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമാക്കുക, മാധ്യമ പ്രവർത്തകർക്ക് യഥാർത്ഥമായിട്ട് മാധ്യമ ധർമ്മം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ തന്നെയാണ് ഈ ഒരു നിയമത്തിൻ്റെ പുറകിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ കീഴിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. അപ്പം അത് ഫില്ല് ചെയ്യണം. അതിലാദ്യം ഗ്രൂപ്പിൻ്റെ പേര്, ഗ്രൂപ്പിൻ്റെ അഡ്മിൻ്റെ പേര്, ഗ്രൂപ്പിൻ്റെ അഡ്മിൻ്റെ അഡ്രസ് പ്രൂഫ്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ, അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ, യൂസ് ചെയ്യുന്ന വാട്സപ്പ് നമ്പർ, ആ ഗ്രൂപ്പിൻ്റെ മോട്ടീവ്, ആ ഗ്രൂപ്പിൻ്റെ മെമ്പേഴ്സിൻ്റെ എണ്ണം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഫുൾ ലോങ് പേജ് വരെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അത്ര ഇതിന് കൂടുതൽ എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്ന് അറിയില്ല, ബിക്കോസ് അത് യു പിയിലത്തെ കാര്യമാണ്, കേരളത്തിലേക്ക് എത്തിയിട്ടില്ല, എത്തുമെന്നുള്ള അറിയില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളത്. ഗ്രൂപ്പ് അഡ്മിൻ ആയിരിക്കും ഒരു പുതിയ വ്യക്തിനെ ഗ്രൂപ്പിലേക്ക് എടുക്കണം എന്നുള്ളതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുക. അപ്പോൾ വേറെ ഒരു മെമ്പേഴ്സിനും ഒരാളെ പിടിച്ച് ഗ്രൂപ്പിലേക്ക് അഡ്മിൻ്റെ അനുവാദമില്ലാതെയോ അല്ലെങ്കിൽ അഡ്മിൻ അല്ലാത്ത ഒരാളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതേപോലെ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം, പൊളിറ്റിക്കൽ, റീജിയണൽ അല്ലെങ്കിൽ റിലീജിയസ് കാര്യങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടാകുന്ന രീതിയിലുള്ള പോസ്റ്റ്, സ്വന്തം അഭിപ്രായമോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞ അഭിപ്രായമോ ഒന്നും തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ ഗ്രൂപ്പ് അഡ്മിൻ ആയിരിക്കും. അതേപോലെ ഇപ്പം ഗ്രൂപ്പ് അഡ്മിൻ്റെ ക്രിമിനൽ പശ്ചാത്തലവും അത് കൺഫേം ചെയ്തതിന് ശേഷം ഉറപ്പ് വരുത്തണം എന്ന് പറയുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലം ഒന്നും ഇല്ലയെന്ന്. അതിനുവേണ്ടി അദ്ദേഹം ആയിരിക്കുന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് സ്വീകരിക്കണം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്രൂപ്പ് അഡ്മിൻ ആയതുകൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ക്രിമിനൽ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറയുകയാണ്. പക്ഷേ ഒരു തരത്തിൽ ഇത് നല്ലതാണ്. കാരണം പൊളിറ്റിക്കൽ ഇഷ്യൂസിലോ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള വല്ല തർക്കങ്ങളിലോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാൾ, അയാളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അയാളുടെ വ്യക്തി അഭിപ്രായങ്ങൾ ഒരു പക്ഷേ അത്തരത്തിലുള്ള ചർച്ചകൾ ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന സമയത്ത് തുറന്നു പറയാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ
ആ ഗ്രൂപ്പിലുള്ള ആൾക്കാരെയൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യൂസിലേക്ക് ഒരു പക്ഷേ പുതിയൊരു ഇഷ്യൂ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനത്തെ ഒന്നും പാടില്ല എന്നും അയാൾക്ക് ക്രിമിനൽ അടി വഴക്ക് അങ്ങനത്തെ കേസുകളോ പ്രശ്നങ്ങളൊന്നുമില്ല, ആൾ ക്ലീൻ ആണ് എന്നുള്ളത് പോലീസ് സർട്ടിഫിക്കറ്റോട് കൂടി ഹാജരാക്കണം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. ഇനി ആരെങ്കിലും ആ സ്ഥലത്ത് ഈ ഗ്രൂപ്പ് ഉണ്ടായിട്ടും മാധ്യമപ്രവർത്തനം, അതായത് ഇത്ര ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഉണ്ടായിട്ടും അവരൊന്നും ചെയ്യുന്നില്ല, രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ IT ആക്ട് പ്രകാരം അവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഇൻഫർമേഷനാണ് വന്നത്. ഇനി ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു തരത്തിൽ ഇത് വളരെ നല്ലതാണ്. കാരണം ഫേക്ക് ന്യൂസസ് വരുമ്പം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പം സാധിക്കും. ആരാണിത് സ്റ്റാർട്ട് ചെയ്തതെന്നോ അല്ലെങ്കിൽ ഇത് പോസ്റ്റ് ചെയ്ത് വന്നത് മീൻസ് ഷെയർ ചെയ്ത് വന്നത് ഏത് വഴിയാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ റൂട്ട് കണ്ടെത്തി നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. നെഗറ്റീവായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ പല ആളുകളും പറയുന്നുണ്ട് പ്രൈവസീനെയാണ് ഹനിക്കുന്നത് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അപ്പം ഇത് ഒരു പക്ഷേ കുറച്ച് ഓവർ ആവുകയാണെങ്കിൽ മറ്റ് തരത്തിലുള്ള ഇഷ്യൂസ്, ഇപ്പം അനാവശ്യമായിട്ടുള്ള ചില കേസുകളൊക്കെ ഇതിൻ്റെ പുറകിൽ ഉണ്ടായി വരാനുള്ള സാധ്യതകളുണ്ട്. വ്യാജ വാർത്തകൾ തടയുന്നതിന് വേണ്ടി വാട്സപ്പ് പല കാര്യങ്ങളും കൊണ്ടുവരുന്നു, ഫേസ്ബുക്ക് കുറേ കാര്യങ്ങൾ കൊണ്ടുവരുന്നു, അതിനുവേണ്ടി സെപ്പറേറ്റ് ടീമിനെ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊന്നും ശരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഒരു പക്ഷേ UPയിലുള്ള ലളിത്പൂരിലുള്ള ആ ഒരു ഗവൺമെൻറ് ടീം ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തത്. ഇപ്പം നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പല ആൾക്കാരും കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനു മുൻപ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളെക്കുറിച്ചും അഡ്മിൻ്റെ അധികാരത്തെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ വാട്സപ്പിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണൽ വന്ന മെസ്സേജസ് ആണെങ്കിൽ ഇത്ര മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാതിരിക്കുക. റിലീജിയസ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള റീജിയണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ട് എങ്കിൽ അവരെ മാക്സിമം ഒഴിവാക്കുക. ഇത്തരം ചർച്ചകൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും വാട്സപ്പ് പേഴ്സണൽ ചാറ്റുകളിൽ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും ഇത്തരം ഷെയർ ചെയ്ത് വരികയാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ ഗ്രൂപ്പിലെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് സാധിക്കും. അഡ്മിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായി അതിനെതിരെ നേരിടാൻ വേണ്ടി സാധിക്കും. എനിവേസ് ഇത് ഫണ്ണി ആണെങ്കിലും കുറച്ച് സീരിയസ് ന്യൂസ് ആണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ടെക് മലയാളത്തിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ന്യൂസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും സ്പെഷ്യലി ഗ്രൂപ്പ് അഡ്മിൻസിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.